നമസ്കാരം. 24 റൗണ്ടപ്പിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രജിൻസി കണ്ണൻ. നോക്കാം വിശദമായ റിപ്പോർട്ടുകൾ. സൗദി ജയിലിൽ കഴിയുന്ന കോഴിക്കോട് ഫറോക്ക് സ്വദേശി അബ്ദുൾ റഹീമിന് ആശ്വാസം. കൂടുതൽ ശിക്ഷ ആവശ്യപ്പെട്ടുള്ള പ്രോസിക്യൂഷന്റെ ഹർജി സുപ്രീം കോടതി തള്ളി. 20 വർഷത്തെ തടവ് ശിക്ഷ പൂർത്തിയാക്കി ഏതാനും മാസങ്ങൾ കഴിഞ്ഞാൽ അബ്ദുൾ റഹീമിന് പുറത്തിറങ്ങാം എന്നാണ് പ്രതീക്ഷ. സൗദി ബാലൻ കൊല്ലപ്പെട്ട കേസിൽ റിയാദ് ജയിലിൽ കഴിയുന്ന അബ്ദുറഹീമിന് 20 വർഷത്തെ തടവ് ശിക്ഷയാണ് കോടതി വിധിച്ചത്. പൊതു അവകാശ കേസിലായിരുന്നു ഈ വിധി. മെയ് 26-നുള്ള ഈ കീഴ്ക്കോടതി വിധി ജൂലൈ 9-ന് സുപ്രീം കോടതി ശരിവച്ചു. ഈ വിധിക്കെതിരെയാണ് പ്രോസിക്യൂഷൻ സുപ്രീം കോടതിയെ സമീപിച്ചത്. കൂടുതൽ ശിക്ഷ നൽകണമെന്നായിരുന്നു ആവശ്യം. ഹർജി പരിഗണിച്ച സുപ്രീം കോടതി ഇന്ന് പ്രോസിക്യൂഷന്റെ ആവശ്യം തള്ളി. 20 വർഷത്തെ തടവ് ശിക്ഷ എന്ന കീഴ്ക്കോടതി വിധി സുപ്രീം കോടതി വീണ്ടും ശരിവച്ചു. 19 വർഷത്തിലേറെ ജയിലിൽ കഴിയുന്ന അബ്ദുറഹീമിന് ഇനി ബാക്കിയുള്ള കാലം ശിക്ഷ അനുഭവിച്ചാൽ മതി. ഏതാനും മാസങ്ങൾക്ക് ശേഷം അബ്ദുറഹീമിന് പുറത്തിറങ്ങാമെന്നാണ് പ്രതീക്ഷ. സ്വകാര്യ അവകാശ കേസിൽ വധശിക്ഷയാണ് കോടതി വിധിച്ചിരുന്നത്. കൊല്ലപ്പെട്ട സൗദി ബാലന്റെ കുടുംബത്തിന് 15 മില്യൺ റിയാൽ മോചന ദ്രവ്യം നൽകിയതോടെ വധശിക്ഷ റദ്ദാക്കി. പ്രോസിക്യൂഷന്റെ ആവശ്യം തള്ളിയ സുപ്രീം കോടതി വിധി ഏറെ സന്തോഷം നൽകുന്നുവെന്ന് റിയാദിലെ നിയമസഹായ സമിതി അറിയിച്ചു. 24 റിയാദ്. GST ഇളവുകൾ ഔദ്യോഗികമായി പ്രഖ്യാപിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നാളെ മുതൽ പ്രാബല്യത്തിൽ വരുന്ന GST ഇളവുകൾ ജനങ്ങൾക്കുള്ള നവരാത്രി സമ്മാനമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഒരു രാജ്യം ഒരു നികുതി എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്നുവെന്നും രാജ്യത്തെ അഭിസംബോധന ചെയ്ത് പ്രധാനമന്ത്രി വ്യക്തമാക്കി. GST പരിഷ്കരണം പ്രാബല്യത്തിലാകുന്നതോടെ അവശ്യ വസ്തുക്കൾ ഉൾപ്പെടെയുള്ളവയ്ക്ക് വില കുറയും. നാളെ പുതിയ GST നിരക്കുകൾ പ്രാബല്യത്തിൽ വരാനിരിക്കെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ അഭിസംബോധന ചെയ്തത്. നവരാത്രി ആഘോഷങ്ങളുടെ ആദ്യ ദിനമായ നാളെ രാജ്യത്ത് സമ്പാദ്യോത്സവത്തിനും തുടക്കമാകുമെന്ന് പ്രധാനമന്ത്രി. മധ്യവർഗത്തിനും കർഷകർക്കും സ്ത്രീകൾക്കും ഇരട്ടി മധുരമാണ് GST 2.0. हमारे देश के गरीब, मध्यम वर्गीय लोग, न्यू मिडिल क्लास, युवा, किसान, महिलाएं, दुकानदार, व्यापारी, उद्यमी, सभी को ये बचत उत्सव का बहुत फायदा होगा. നാളെ മുതൽ 5%, 18% എന്നീ രണ്ട് നികുതി സ്ലാബുകൾ മാത്രം. അവശ്യവസ്തുക്കളിൽ 99% സാധനങ്ങളും 5% സ്ലാബിൽ വരുമെന്ന് പ്രധാനമന്ത്രി. അവശ്യവസ്തുക്കൾക്കും TV, ബൈക്ക്, കാർ, AC എന്നിവയ്ക്കും വില കുറയും. വീട് നിർമ്മാണത്തിന് ചിലവ് കുറയും. സ്വാശ്രയ ഭാരതത്തിലേക്കുള്ള വലിയ ചുവടുവെപ്പാണെന്നും ഓരോ വീടും കടയും സ്വദേശി ഉൽപ്പന്നങ്ങൾ കൊണ്ട് നിറയണമെന്നും പ്രധാനമന്ത്രിയുടെ ആഹ്വാനം. പൗരന്മാരെ ദൈവങ്ങളായി കാണണമെന്നതാണ് പുതുമന്ത്രം. करीब 100 के निकट 99% चीजें अब 5% टैक्स के दायरे में आ गई है. हमें हर घर को स्वदेशी का प्रतीक बनाना है. गर्व से कहो ये स्वदेशी है. गर्व से कहो मैं स्वदेशी खरीदता हूं. हर भारतीय का मिजाज बनना चाहिए. भारत तेजी से विकसित होगा. GST പരിഷ്കാരത്തിന് തുടർച്ചയുണ്ടാകുമെന്നും പ്രധാനമന്ത്രി. GST നിരക്കുകളിലെ മാറ്റം നേരത്തെ ജനമറിഞ്ഞതാണെന്നും H1B വിസ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പ്രധാനമന്ത്രി നിലപാട് വ്യക്തമാക്കുമെന്നായിരുന്നു കോൺഗ്രസിന്റെ ചോദ്യം. എന്നാൽ ഇക്കാര്യങ്ങൾ പ്രധാനമന്ത്രി പരാമർശിച്ചില്ല. 24 ഡൽഹി. GST കുറച്ചതിന്റെ ഗുണം ജനങ്ങൾക്ക് ലഭിക്കുമോ എന്നതിൽ ആശങ്കയുണ്ടെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ 24നോട് പറഞ്ഞു. സംസ്ഥാനങ്ങൾക്കുണ്ടാകുന്ന നഷ്ടം വലുതാണ്. ഇത് എങ്ങനെ പരിഹരിക്കും എന്നതിൽ വ്യക്തതയില്ലെന്നും മന്ത്രി പറഞ്ഞു. വിലക്കുറവ് യഥാർത്ഥത്തിൽ ടാക്സ് കുറയ്ക്കുന്നതിൻ്റെ ഗുണം ഗവൺമെൻറ്റിൻ്റെ വരുമാനമാണല്ലോ പോകുന്നത്. അതിൻ്റെ ഗുണം കസ്റ്റമർക്ക് കിട്ടണം, സാധാരണ ആളുകൾക്ക് കിട്ടണം. അതിന് കിട്ടുന്നതിന് പകരം കമ്പനികൾക്ക് ലാഭം കൂടാൻ കാരണമാവാം എന്ന ആശങ്കയുണ്ട്, എല്ലാവർക്കും ആശങ്കയുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ട് വലിയ തോതിൽ സംസ്ഥാനങ്ങളുടെ വരുമാനം കുറയും. ഇപ്പോൾ കേരളത്തിന് മാത്രം 8,000 മുതൽ 10,000 കോടി വരെ ഒരു വർഷം കുറയും. ഈ 8,000-10,000 കോടി കുറഞ്ഞാൽ നമ്മൾ ഈ നാട്ടിലെ വികസനത്തിനൊക്കെ പണം വേണം. ഏറ്റവും പ്രധാനം ഈ ക്ഷേമ പെൻഷനും സാധാരണക്കാരുടെ ചികിത്സയും ഇതുണ്ട്. അതിനൊക്കെയുള്ള പണം കുറഞ്ഞാൽ എങ്ങനെ നമുക്കത് കൈകാര്യം ചെയ്യാൻ പറ്റും? ഈ പ്രശ്നം വളരെ വലിയ പ്രശ്നമാണ്. അതുകൊണ്ട് അതിനുള്ള കോമ്പൻസേഷൻ, എത്രയാണോ നഷ്ടം ഉണ്ടാകുന്ന നഷ്ടം കേന്ദ്ര ഗവൺമെൻറ്റിന് മുൻകൈയെടുത്ത് ഇത് പരിഹരിക്കണമെന്ന് പറഞ്ഞിട്ട് അതിനെപ്പറ്റി തീരുമാനം വന്നിട്ടില്ല. തിരുവനന്തപുരം കോർപ്പറേഷൻ കൌൺസിലർ തിരുമല അനിൽകുമാറിന്റെ മരണത്തിൽ CPIM BJP വാക്പോര്. അനിൽകുമാറിനെ CPIM-ഉം പോലീസും വേട്ടയാടിയെന്ന് BJP ആരോപിച്ചു. വിവാദവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളോട് ക്ഷോഭിച്ചായിരുന്നു BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന്റെ മറുപടി. അനിൽകുമാർ പ്രസിഡന്റായ ബാങ്കിൽ നിന്ന് BJP നേതാക്കൾ കടമെടുത്ത് ചതിച്ചതിന്റെ പേരിലാണ് ആത്മഹത്യയെന്നാണ് CPIM-ന്റെ വാദം.
തിരുവനന്തപുരം നഗരസഭാ കൗൺസിലർ അനിൽകുമാർ ആത്മഹത്യ ചെയ്യാൻ കാരണം CPIM-ഉം പോലീസും നടത്തിയ മാനസിക പീഡനമെന്നാണ് BJP ആരോപണം. തിരുവനന്തപുരത്തെ സമരങ്ങളുടെ ബുദ്ധികേന്ദ്രമായിരുന്ന അനിൽകുമാറിനെ ബാങ്കിന്റെ പേരിൽ CPIM ഭീഷണിപ്പെടുത്തിയെന്നും BJP. അദ്ദേഹത്തെ കേസിൽപ്പെടുത്തി കുടുക്കും, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവി തകർക്കും എന്ന പ്രതികാര ബുദ്ധിയോടെ അദ്ദേഹത്തെ സമരരംഗത്ത് നിന്നും പിന്തിരിപ്പിക്കുവാൻ ശ്രമിക്കുകയും ആത്മഹത്യയ്ക്ക് പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള വളരെ വലിയൊരു ഗൂഢാലോചനയും നടത്തിയിട്ടുണ്ട് CPM. ശക്തമായ ഒരു മറുപടി പറയേണ്ടി വരും. രാഷ്ട്രീയമായും നിയമപരമായും ഞങ്ങൾ ഇതിനെ നേരിടും. പാർട്ടിയെയും പോലീസിനെയും പഴിചാരി BJP രക്ഷപ്പെടുന്നെന്ന വാദവുമായി CPIM-ഉം രംഗത്തുണ്ട്. അനിൽകുമാറിന്റെ ആത്മഹത്യ BJP നേതാക്കൾ കടമെടുത്ത് ചതിച്ചതിന്റെ പേരിലാണെന്ന് CPIM ജില്ലാ കമ്മിറ്റി പത്രക്കുറിപ്പിൽ അറിയിച്ചു. സംസ്ഥാന അധ്യക്ഷൻ സംരക്ഷിച്ചില്ലെന്ന ആരോപണത്തിന് രാജീവ് ചന്ദ്രശേഖരന്റെ രൂക്ഷമായ മറുപടി. വേണ്ടാത്ത കാര്യങ്ങൾ അങ്ങനെ പറയരുത്. നിങ്ങൾ ഓരോന്നും ഉണ്ടാക്കി പറയരുത്. പറയാൻ ഒരു ആഗ്രഹമില്ല. നിങ്ങളിങ്ങനെ നുണ പറഞ്ഞ് CPM-നെ പ്രൊട്ടക്ട് ചെയ്യാൻ നടന്നാൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ മറുപടി തരില്ല. ഇന്നലെ ഒരു സൂയിസൈഡ് ചെയ്ത കൗൺസിലറാണ്, മനസ്സിലായില്ലേ? നിങ്ങളിങ്ങനെ നുണ പ്രചരിപ്പിക്കരുത്. പിന്നെ നാളെ വാർഡുകളിൽ പ്രതിഷേധ യോഗം ചേരാൻ CPIM തീരുമാനിച്ചിട്ടുണ്ട്. അനിൽകുമാറിനെ ഭീഷണിപ്പെടുത്തിയെന്ന ആരോപണത്തിൽ BJP നാളെ തമ്പാനൂർ പോലീസ് സ്റ്റേഷനിലേക്ക് പ്രതിഷേധം സംഘടിപ്പിക്കുന്നുണ്ട്. അനിൽകുമാറിന്റെ മൃതദേഹം പൊതുദർശനത്തിന് ശേഷം തിരുവനന്തപുരം ശാന്തി കവാടത്തിൽ സംസ്കരിച്ചു. 24 തിരുവനന്തപുരം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സംഘടിപ്പിച്ച ആഗോള അയ്യപ്പ സംഗമത്തെ ചൊല്ലി രാഷ്ട്രീയ വിവാദം തുടരുകയാണ്. അയ്യപ്പ സംഗമം വൻ പരാജയമാണെന്ന UDF നേതാക്കളുടെ പ്രതികരണങ്ങൾ സർക്കാരും CPIM-ഉം തള്ളി. ഒഴിഞ്ഞ കസേരകളുടെ ദൃശ്യങ്ങൾ AI നിർമ്മിതമാകുമെന്നാണ് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ പ്രതികരണം. BJP-യും RSS-ഉമായി CPIM-ന്റെ ബാന്ധവം പുറത്തുവന്നുവെന്ന് UDF നേതാക്കൾ വിമർശിച്ചു. ആഗോള അയ്യപ്പ സംഗമ വേദിയിലെ ഒഴിഞ്ഞ കസേരകൾ ചൂണ്ടിക്കാട്ടി സമൂഹമാധ്യമങ്ങളിൽ ഉൾപ്പെടെ പ്രചാരണം തുടരുകയാണ്. അയ്യപ്പ സംഗമം വൻ പരാജയമാണെന്നാണ് UDF-ന്റെയും BJP-യുടെയും വിമർശനം. ഇത് കള്ളപ്രചാരണമാണെന്ന് സർക്കാരും CPM-ഉം. ഒഴിഞ്ഞ കസേരകളുടെ ചിത്രം AI നിർമ്മിതമാണെന്നാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ വിശദീകരണം. ഓരോ സെഷനിലും 1000 ആൾ പങ്കെടുക്കണം. നിങ്ങൾക്ക് എന്തെല്ലാം സെഷൻ എടുക്കാൻ പറ്റും? നിങ്ങൾ കാണിക്കാൻ പറ്റും. വേണമെങ്കിൽ AI ഉപയോഗിക്കാം. നിങ്ങൾക്ക് AI ഉപയോഗിക്കാം. നിങ്ങളെല്ലാം ഉണ്ടാക്കും. അതിന് സംശയം. സംഗമത്തിൽ 4126 പേർ പങ്കെടുത്തെന്നാണ് സർക്കാർ വാദം. രജിസ്ട്രേഷൻ നടത്തി നമ്പർ എണ്ണിയ കണക്കാണെന്ന് ദേവസ്വം മന്ത്രി VN വാസവൻ. മുഖ്യമന്ത്രിയുടെ പ്രസംഗശേഷം പ്രതിനിധികൾ വിവിധ സെഷനുകളിൽ പങ്കെടുക്കാനായി പോയതാണെന്നും മന്ത്രി. ഇതിനെ വിവാദമാക്കാൻ പറ്റുമെന്ന് പല രൂപത്തിൽ പരിശ്രമിച്ചു, അസംബ്ലി വരെ പരിശ്രമിച്ചു, നടന്നില്ല. അപ്പം പിന്നെ അതിൻ്റെ വിഷമങ്ങൾ ഓരോ തരത്തിൽ അവർ തീർത്തുകൊണ്ടിരിക്കുക. ആ വിഷമങ്ങൾ ഇങ്ങനെ ഈ നമ്മൾ പറയല്ലേ, കുശുമ്പിനും അസൂയയ്ക്കും മരുന്നില്ല, കഷണ്ടിക്കൊന്നും മരുന്നില്ല. സംഗമത്തിൽ യോഗി ആദിത്യനാഥിന്റെ സന്ദേശം ചൂണ്ടിക്കാട്ടി സർക്കാരിനെതിരെ വിമർശനം കടുപ്പിക്കുകയാണ് UDF. തെരഞ്ഞെടുപ്പിനെ വോട്ട് തട്ടാനുള്ള കാപട്യമെന്ന് നേതാക്കൾ. അപ്പോൾ ഇത് തെരഞ്ഞെടുപ്പിന് ആളുകളെ വോട്ട് തട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു കാപട്യം നിറഞ്ഞ നടപടി മാത്രമായിരുന്നു ആഗോള സംഗമം. കേന്ദ്ര BJP നേതൃത്വവും കേരള CPM നേതൃത്വവും തമ്മിലുള്ള അവിഹിത രാഷ്ട്രീയ ബന്ധം മറനീക്കി പുറത്തു വരുന്നതിന് തുല്യമാണ്. വിശ്വാസം അഭിനയിക്കുന്നവരെ നാട് ഭയക്കണമെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും പ്രതികരിച്ചു. അതേസമയം അയ്യപ്പ സംഗമത്തെക്കുറിച്ചുള്ള വിവിധ കമ്മിറ്റി റിപ്പോർട്ടുകൾ പ്രസിദ്ധീകരിക്കുമെന്ന് ദേവസ്വം വകുപ്പ് അറിയിച്ചു. 24 തിരുവനന്തപുരം. അറ്റകുറ്റപ്പണിക്കായി കൊണ്ടുപോയ ശബരിമലയിലെ ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളികൾ തിരിച്ചെത്തിച്ചു. ചെന്നൈയിൽ നിന്ന് അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി ഇന്നലെ രാത്രിയാണ് സ്വർണ്ണപ്പാളികൾ സന്നിധാനത്തെത്തിച്ചത്. കോടതി അനുമതിയില്ലാതെ സ്വർണ്ണപ്പാളി അറ്റകുറ്റപ്പണിക്കായി കൊണ്ടുപോയത് വിവാദമായിരുന്നു. 24 എക്സ്ക്ലൂസീവ്. ഇന്നലെ രാത്രി അതീവ രഹസ്യമായാണ് ദ്വാരപാലക ശില്പത്തിന്റെ സ്വർണ്ണപ്പാളികൾ സന്നിധാനത്തെത്തിച്ചത്. നിലവിൽ ദേവസ്വം സ്റ്റോർ റൂമിലാണ് സ്വർണ്ണപ്പാളികൾ സൂക്ഷിച്ചിരിക്കുന്നത്. തന്ത്രിയോട് കൂടിയാലോചിച്ച് സ്വർണ്ണപ്പാളികൾ ദ്വാരപാലക ശില്പത്തിൽ വീണ്ടും സ്ഥാപിക്കും. ശുദ്ധികലശം ഉൾപ്പെടെ നടത്തേണ്ടതിനാൽ തന്ത്രിയായിരിക്കും ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുക. അയ്യപ്പ ശ്രീകോവിലിന്റെ വാതിലിനും കേടുപാടുകൾ കണ്ടെത്തിയിരുന്നു. സ്വർണ്ണപ്പാളികളുടെ പുനഃസ്ഥാപനവും വാതിലിന്റെ അറ്റകുറ്റപ്പണികളും ഒരുമിച്ച് പൂർത്തിയാക്കി ശുദ്ധികലശം ചെയ്യാനായിരുന്നു നേരത്തെ ബോർഡ് തീരുമാനം. ഇന്ന് സ്വർണ്ണപ്പാളികൾ ദ്വാരപാലക ശില്പത്തിൽ സ്ഥാപിച്ചില്ലെങ്കിൽ തുലാമാസ പൂജകൾക്ക് നട തുറക്കുമ്പോഴായിരിക്കും മേൽനടപടികൾ സ്വീകരിക്കുക. അതേസമയം സ്വർണ്ണപ്പാളികൾ സന്നിധാനത്തേക്ക് തിരികെ കൊണ്ടുവന്ന വിവരം ദേവസ്വം ബോർഡ് ഉടൻ ഹൈക്കോടതിയെയും സ്പെഷ്യൽ കമ്മീഷണറെയും അറിയിക്കും. അടിയന്തരമായി അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി സ്വർണ്ണപ്പാളികൾ തിരികെ എത്തിക്കാനായിരുന്നു ഹൈക്കോടതി നിർദ്ദേശം. AB ജയശങ്കർ, 24 പത്തനംതിട്ട. CPI പാർട്ടി കോൺഗ്രസിൽ നേതൃത്വത്തിന് രൂക്ഷ വിമർശനം. നേതാക്കൾ ഒരേ പദവിയിൽ തുടരുന്നത് മുരടിപ്പുണ്ടാകുന്നു. പുരുഷ മേധാവിത്വ പ്രവണതയും പാർലമെന്ററി വ്യാമോഹവുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. യുവജന വിദ്യാർത്ഥി സംഘടന നിർജ്ജീവമെന്നും രൂക്ഷ വിമർശനം. 32 പേജുള്ള സംഘടനാ റിപ്പോർട്ടിന്റെ പകർപ്പ് 24-ന് ലഭിച്ചു.
ചില നേതാക്കൾ കാലങ്ങളായി ഒരേ പദവിയിൽ നിന്നും മാറാതിരിക്കുന്നത് പാർട്ടിയുടെ ഊർജം കെടുത്തുകയാണെന്നാണ് റിപ്പോർട്ടിലെ വിമർശനം. ലിംഗസമത്വത്തെക്കുറിച്ച് ആവർത്തിച്ചു പറയുമ്പോഴും പാർട്ടിയിലെ പുരുഷ മേധാവിത്വ മനോഭാവത്തിൽ മാറ്റമില്ല. പാർലമെന്ററി വ്യാമോഹം ചിലരെ ബാധിച്ചിരിക്കുന്നു. സീറ്റ് കിട്ടാത്തവർ പാർട്ടി വിടുന്നു. ചിലർ പാർട്ടി സ്ഥാനം ഉപയോഗിച്ച് പണമുണ്ടാക്കുന്നു. പാർട്ടി അംഗങ്ങളിലും അനുയായികളിലും ആഡംബര പ്രവണതയുണ്ട്. സ്വകാര്യ പരിപാടികൾക്കായി വൻതോതിൽ പണം ചെലവാക്കുന്നു. രാഷ്ട്രീയ ആവശ്യം മുന്നോട്ട് വയ്ക്കാതെ പാർട്ടി നേതാക്കൾ പണം പിരിക്കുന്നു. പാർട്ടിയുടെ യുവജന വിദ്യാർത്ഥി സംഘടന നിർജീവമാണ്. തെരഞ്ഞെടുപ്പുകളിൽ വലിയ പാർട്ടികളെയും സഖ്യങ്ങളെയും മാത്രം ആശ്രയിക്കാതെ സ്വന്തം ശക്തി വർദ്ധിപ്പിക്കാനും ഒറ്റയ്ക്ക് മത്സരിക്കാനും പാർട്ടി തയ്യാറാകണമെന്നും റിപ്പോർട്ടിൽ നിർദ്ദേശമുണ്ട്. സംഘടനാ റിപ്പോർട്ടിൽ പാർട്ടി കോൺഗ്രസിൽ നടക്കുന്ന ചർച്ചകളിൽ കൂടുതൽ വിമർശനങ്ങൾ ഉയർന്നുവരാൻ സാധ്യതയുണ്ട്. സ്വയം വിമർശനം പാർട്ടി ഉയർത്തിപ്പിടിക്കുന്ന സംഘടനാ തത്വം എന്നാണ് നേതാക്കളുടെ നിലപാട്. പാർട്ടി കോൺഗ്രസ് വേദിയായ സുരവരം സുധാകർ റെഡ്ഡി നഗറിൽ നിന്നും മോഹൻകുമാറിനൊപ്പം ബൽറാം നെടുങ്ങാടി, 24. വിദേശികൾക്ക് അമേരിക്കയിൽ ജോലി ചെയ്യുന്നതിനുള്ള H-1B വിസ ഫീസ് കൂട്ടിയതിലെ ആശയക്കുഴപ്പങ്ങളിൽ വ്യക്തത വരുത്തി വൈറ്റ് ഹൌസ്. പുതിയ അപേക്ഷകർക്ക് മാത്രമേ $1 ലക്ഷം ഒറ്റത്തവണ ഫീസ് ബാധകമാകൂ. വിസ പുതുക്കുന്നതിനോ നിലവിൽ വിസയുള്ളവർക്കോ അധിക ഫീസ് നൽകേണ്ടതില്ല. H-1B വിസ ഫീസ് $1 ലക്ഷം ഉയർത്തിക്കൊണ്ടുള്ള നയത്തിൽ ഇന്നലെയാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒപ്പുവെച്ചത്. പിന്നാലെ US വാണിജ്യ സെക്രട്ടറി ഹോവാർഡ് ലുട്നിക് ഇതൊരു വാർഷിക അപേക്ഷാ ഫീസ് എന്ന പരാമർശവും നടത്തി. ഇതോടെ മൈക്രോസോഫ്റ്റും മെറ്റയും ആമസോണും ഉൾപ്പെടെയുള്ള കമ്പനികൾ വിദേശ ജീവനക്കാർ തിരികെ എത്തിച്ചേരണമെന്ന് അറിയിച്ചു. ഇതോടെ യാത്രയ്ക്കൊരുങ്ങാനുള്ള തത്രപ്പാടിലായി പലരും. ഫ്ലൈറ്റ് ബുക്ക് ചെയ്യാനൊരുങ്ങിയവരുടെ എണ്ണം കൂടിയതോടെ ടിക്കറ്റ് നിരക്കും ഉയർന്നു. മണിക്കൂറുകൾക്ക് ശേഷം നിലവിലെ H-1B വിസ ഉടമകൾക്ക് തീരുമാനം ബാധകമാവില്ലെന്ന് വൈറ്റ് ഹൌസ് ഉദ്യോഗസ്ഥൻ അറിയിച്ചു. പിന്നാലെ വൈറ്റ് ഹൌസ് പ്രസ് സെക്രട്ടറി കാരലിൻ വൈറ്റിന്റെ എക്സ് പോസ്റ്റും അമേരിക്കൻ പൗരത്വ കുടിയേറ്റ വകുപ്പിന്റെ പ്രസ്താവനയും എത്തി. ഇപ്പോൾ H-1B വിസ ഉള്ളവർക്ക് അമേരിക്കയിലേക്കുള്ള പ്രവേശനവും മടക്കവും സാധാരണ പോലെ തുടരുമെന്നും അവർ പുതിയ നിരക്ക് അടയ്ക്കേണ്ടി വരില്ലെന്നും കാരലിൻ ലെവിറ്റിന്റെ എക്സ് പോസ്റ്റിൽ പറയുന്നു. വിസ പുതുക്കലിനും അധിക നിരക്ക് ബാധകമാവില്ല. 2.5 ലക്ഷം മുതൽ 5 ലക്ഷം രൂപ വരെ ഫീസ് ഉണ്ടായിരുന്നതാണ് ഒറ്റയടിക്ക് 88 ലക്ഷത്തിലേറെ രൂപയായി ഉയർത്തിയത്. പ്രതിവർഷം $66,000 വരെ ശമ്പളം ലഭിക്കുന്ന H-1B വിസ ആഗ്രഹിക്കുന്നവർക്കായാണ് കമ്പനികൾ $1 ലക്ഷം മുടക്കേണ്ടത്. തീരുമാനത്തിൽ മാറ്റമുണ്ടായില്ലെങ്കിൽ അമേരിക്കൻ IT കമ്പനികളിൽ തൊഴിൽ തേടുന്ന ഇന്ത്യക്കാർ നിരാശപ്പെടേണ്ടി വരും. എന്നാൽ ദേശീയ താൽപര്യത്തിന് അനുകൂലമായ തീരുമാനങ്ങൾ എടുക്കാനുള്ള സ്വാതന്ത്ര്യവും ഇമിഗ്രേഷൻ വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നൽകിയിട്ടുണ്ട്. ബിസിനസ് ഡെസ്ക്, 24. ഗസ അതിർത്തിയിൽ സൈനികരെ വിന്യസിച്ച് ഇസ്രായേലിനെതിരെ യുദ്ധഭീഷണിയുമായി ഈജിപ്ത്. സിനായ് ഉപദ്വീപിലെ സൈനിക വിന്യാസത്തിനെതിരെ ഈജിപ്തിൽ സമ്മർദ്ദം ചെലുത്തണമെന്ന് അമേരിക്കയോട് ഇസ്രായേൽ ആവശ്യപ്പെട്ടു. ഗസയിലെ ഇസ്രായേൽ ആക്രമണം അതിരൂക്ഷമായി തുടരുന്നതിനിടെ 10 രാജ്യങ്ങൾ പലസ്തീന്റെ രാഷ്ട്രപദവി അംഗീകരിച്ച് നാളെ ഔദ്യോഗിക പ്രഖ്യാപനം നടത്തും. വടക്കൻ ഗസയിൽ നിന്ന് തെക്കൻ ഗസയിലേക്ക് 4.5 ലക്ഷം പേർ ഇതിനകം പലായനം ചെയ്തെന്നാണ് വിവരം. പലായനം ചെയ്യുന്നവരെ കൊലപ്പെടുത്താൻ ഡ്രോൺ ആക്രമണത്തിലൂടെ ഇസ്രായേൽ ശ്രമിക്കുന്നുവെന്ന് റിപ്പോർട്ടുകളുമുണ്ട്. ഗസയിൽ നിന്നുള്ള നിർബന്ധിത പലായനം തുടരുന്ന പശ്ചാത്തലത്തിൽ ഈജിപ്ത് സിനായ് ഉപദ്വീപിൽ ദീർഘദൂര മിസൈലുകളും ടാങ്കുകളും ആയിരക്കണക്കിന് സൈനികരെയും വിന്യസിച്ച് ഇസ്രായേലിനെതിരെ യുദ്ധഭീഷണി മുഴക്കി. ഗസയിൽ ഇസ്രായേൽ നടത്തുന്ന യുദ്ധം പലസ്തീൻ അഭയാർത്ഥികളെ അതിർത്തി കടന്ന് സിനായ് പ്രദേശത്തേക്ക് കടക്കാൻ പ്രേരിപ്പിക്കുമെന്നും അത് ദേശീയ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്നും ഈജിപ്ത് പറയുന്നു. സീനായ് ഉപദ്വീപിലെ സൈനിക വിന്യാസത്തിനെതിരെ ഈജിപ്തിന് മേൽ സമ്മർദ്ദം ചെലുത്താൻ ഇസ്രായേൽ അമേരിക്കയോട് ആവശ്യപ്പെട്ടതായി റിപ്പോർട്ടുകളുണ്ട്. അതിനിടെ ഐക്യരാഷ്ട്രസഭ പൊതുസഭ വാർഷിക സമ്മേളനത്തിന് മുന്നോടിയായി ബ്രിട്ടൻ, ബെൽജിയം, കാനഡ, ഓസ്ട്രേലിയ തുടങ്ങിയ 10 രാജ്യങ്ങൾ പലസ്തീന്റെ രാഷ്ട്രപദവി അംഗീകരിച്ച് നാളെ ഔദ്യോഗിക പ്രഖ്യാപനം നടത്തും. ഇന്റർനാഷണൽ ഡെസ്ക്, 24. പലസ്തീനെ സ്വതന്ത്ര രാജ്യമായി അംഗീകരിച്ച് ബ്രിട്ടനും ഓസ്ട്രേലിയയ്ക്കും കാനഡയ്ക്കും പിന്നാലെയാണ് പലസ്തീനെ അംഗീകരിച്ചുകൊണ്ട് ബ്രിട്ടൻ രംഗത്തെത്തുന്നത്. ദുരാഷ്ട്ര പരിഹാരത്തിനായി പരിശ്രമിക്കുമെന്ന് ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമറും പറഞ്ഞു. പലസ്തീനെ അംഗീകരിക്കുന്ന ആദ്യത്തെ G7 രാജ്യമായി കാനഡ മാറി. I set out in July the terms upon which we would act in line with our manifesto to recognise Palestinian statehood. That moment has now arrived. ഫ്രാൻസ് ഉൾപ്പെടെയുള്ള യൂറോപ്യൻ രാജ്യങ്ങൾ ഈ മാസം അവസാനം ഐക്യരാഷ്ട്രസഭയിൽ പലസ്തീനെ അംഗീകരിക്കാനിരിക്കെയാണ് പ്രഖ്യാപനവുമായി ബ്രിട്ടനും കാനഡയും ഓസ്ട്രേലിയയും എത്തുന്നത്. ഭക്ഷ്യവസ്തുക്കൾ ഉൾപ്പെടെയുള്ള അവശ്യ സാധനങ്ങളുടെ വിതരണം തുടരണം, ഉടൻ വെടിനിർത്തൽ കരാറിൽ ഒപ്പുവെക്കണം, ബന്ദികളെ ഉടൻ വിട്ടയക്കണം എന്നീ ആവശ്യങ്ങളാണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ പ്രഖ്യാപനത്തെ തുടർന്ന് മുന്നോട്ട് വെച്ചത്.
ദ്വിരാഷ്ട്ര പ്രശ്നപരിഹാരം എന്ന കാലങ്ങളായി തുടരുന്ന നിലപാടിൽ തങ്ങൾ ഉറച്ചു നിൽക്കുന്നുവെന്ന് ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസ്. അത് നടപ്പാക്കുന്നതിന് അറബ് രാജ്യങ്ങളും അമേരിക്കയും സമ്മർദ്ദം ചെലുത്തണമെന്നും ആൽബനീസ് പറഞ്ഞു. കഴിഞ്ഞ ദിവസം നടന്ന സംയുക്ത മാധ്യമ സമ്മേളനത്തിൽ സ്വതന്ത്ര പലസ്തീൻ വിഷയത്തിൽ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമറും ഡൊണാൾഡ് ട്രംപും അഭിപ്രായ വ്യത്യാസം പ്രകടിപ്പിച്ചിരുന്നു. നിർണായക പ്രഖ്യാപനത്തോടെ പലസ്തീനെ അംഗീകരിക്കുന്ന ആദ്യത്തെ G7 രാജ്യമായി കാനഡ മാറി. ഐക്യരാഷ്ട്രസഭ അംഗങ്ങളായ 75% രാജ്യങ്ങളും പലസ്തീനെ സ്വതന്ത്ര രാജ്യമായി അംഗീകരിക്കാൻ തയ്യാറാണ്. ഫ്രാൻസ്, മാൾട്ട, പോർച്ചുഗീസ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഈ മാസം അവസാനം പലസ്തീനെ സ്വതന്ത്ര രാജ്യമായി അംഗീകരിക്കും. അതേസമയം ഇന്നു മാത്രം ഇസ്രായേൽ ആക്രമണത്തിൽ ഗസയിൽ 55 പേർ മരിച്ചു. ഇതിൽ 37 പേരും ഗസ നഗരത്തിലാണ് കൊല്ലപ്പെട്ടത്. ഇന്റർനാഷണൽ ഡെസ്ക് 24. ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാര നേട്ടത്തിൽ നന്ദി പറഞ്ഞ മോഹൻലാൽ. ഇന്ത്യൻ സിനിമയ്ക്ക് ലഭിച്ച അംഗീകാരമാണ് പുരസ്കാരം. പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വിളിയെത്തിയപ്പോൾ വിശ്വസിക്കാൻ കഴിഞ്ഞില്ലെന്നും മോഹൻലാൽ പറഞ്ഞു. തന്റെ 48 വർഷത്തെ ഏറ്റവും വലിയ പുരസ്കാരമാണ് ദാദാ സാഹേബ് ഫാൽക്കെ പുരസ്കാരമെന്ന് മലയാളത്തിന്റെ പ്രിയ താരം. വളരെ കുറച്ച് സ്വപ്നം കാണുന്ന ആളാണ് താൻ. സ്വപ്നത്തിൽ പോലും നടക്കാത്ത കാര്യങ്ങളാണ് നടന്നതെന്നും മോഹൻലാൽ. നമ്മൾ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്തൊരു കാര്യമാണല്ലോ അല്ലേ, ഒരു വൈൽഡ് ഡ്രീമിൽ പോലും അല്ലേ, ഒരു ഇൻസെയിൻ ഡ്രീം, നമ്മൾ കാണുന്ന ഒരു സ്വപ്നത്തിൽ പോലും ഇല്ലാത്തൊരു കാര്യം സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു എന്താ ഒരു പറയുന്നത്, അതിനൊരു ആ ഒരു മൊമെൻ്റ് എന്ന് പറയുന്നത് അങ്ങനെ നമുക്ക് നിർവചിക്കാൻ പറ്റില്ല. എന്നാലും ഒരു സത്യമാണോ അല്ലയോ എന്ന് നമ്മൾ ചിന്തിച്ചു പോകുന്ന ഒരു മൊമെൻ്റാണ്. പുരസ്കാര നേട്ടം മലയാള സിനിമയ്ക്ക് സമർപ്പിക്കുന്നു. ജൂറിക്കും സർക്കാരിനും നന്ദി. ഇന്ത്യൻ സിനിമയ്ക്കുള്ള പുരസ്കാരമാണിതെന്നും താരം. പുരസ്കാര നേട്ടത്തിന്റെ സന്തോഷം അമ്മയുമായി പങ്കുവച്ചു. അത് കാണാൻ അമ്മയ്ക്ക് ഭാഗ്യമുണ്ടായി, അത് അമ്മയെ കാണാൻ എനിക്കും ഭാഗ്യമുണ്ടായി. എൻ്റെ അമ്മ സുഖമില്ലാതിരിക്കുന്ന അമ്മയാണ്, പക്ഷെ അമ്മ അത് മനസ്സിലാക്കി അമ്മ എന്നെ അനുഗ്രഹിച്ചു. യൂണിറ്റ് ബോയ് മുതൽ പ്രൊഡ്യൂസർ വരെ ചേർന്നാണ് മോഹൻലാൽ ഉണ്ടായത്. കിട്ടുന്ന ജോലി നന്നായി ചെയ്യാൻ ശ്രമിക്കും. സിനിമാ രംഗത്തെ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി ഇങ്ങനെ: ഞാൻ ഇതെല്ലാം എൻ്റെ തോളത്ത് ഏറ്റ് നടക്കുന്ന ഒരാളല്ല. അത് ആ സമയം കഴിഞ്ഞു. അതിൻ്റെ എല്ലാത്തിനും അതിൻ്റെതായ ഒരു സമയമില്ലേ ദാസ. കൊച്ചിയിലെ വാർത്താ സമ്മേളന വേദിയിൽ മോഹൻലാൽ കേക്ക് മുറിച്ച് സന്തോഷം പങ്കുവച്ചു. എല്ലാ മീഡിയക്കാർക്കും വേണ്ടി ഒടുവിൽ ദൃശ്യം 3യുടെ ഷൂട്ടിംഗ് സെറ്റിലേക്ക് മടക്കം. 24 കൊച്ചി. കേരളത്തെ വാനോളം പുകഴ്ത്തി കർണാടക റവന്യൂ മന്ത്രിയും കോൺഗ്രസ് നേതാവുമായ കൃഷ്ണ ബൈരഗൌഡ. ആരോഗ്യ വിദ്യാഭ്യാസ രംഗങ്ങളിൽ നമ്പർ 1 കേരളം രാജ്യത്തിന് വഴികാട്ടുന്നു എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പരാമർശം. KC വേണുഗോപാൽ MP ആലപ്പുഴയിൽ സംഘടിപ്പിച്ച മെറിറ്റ് അവാർഡ് വിതരണ വേദിയിലാണ് കർണാടക മന്ത്രിയുടെ കേരള പ്രശംസ. കേരളത്തിലെ ആരോഗ്യ വിദ്യാഭ്യാസ മേഖല പരാജയമെന്ന് ചൂണ്ടിക്കാണിച്ച് അതിശക്തമായ സമരങ്ങൾ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ തുടരുന്നതിനിടെയാണ് കർണാടക മന്ത്രിയുടെ പ്രശംസ. കേരളം രാജ്യത്തിന് തിളങ്ങുന്ന മാതൃകയെന്നായിരുന്നു കോൺഗ്രസ് നേതാവ് കൂടിയായ കൃഷ്ണ ബൈരഗൌഡ പറഞ്ഞത്. എഡ്യൂക്കേഷൻ കേരള ഈസ് നമ്പർ 1, ഹെൽത്ത് കെയർ കേരള ഈസ് നമ്പർ 1, ഹ്യൂമൻ ഡെവലപ്മെന്റ് കേരള ഈസ് നമ്പർ 1. ഇറ്റ് ഈസ് ദി ഷൈനിങ് എക്സാമ്പിൾ ഫോർ ദ ഹോൾ ഓഫ് ഇന്ത്യ. KC വേണുഗോപാൽ MPയുടെ മെറിറ്റ് അവാർഡ് വിതരണ വേദിയിൽ കോൺഗ്രസ് നേതാക്കൾക്ക് മുന്നിലായിരുന്നു പ്രശംസ. അതേ വേദിയിൽ തന്നെ വിദ്യാഭ്യാസ മേഖലയിൽ കേരളം പുരോഗതി കൈവരിച്ചിട്ടില്ലെന്ന് KC വേണുഗോപാലിന്റെ വിമർശനം. അപ്പോൾ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന്റെ അലകും പിടിയും മാറ്റേണ്ട കാലം അതിക്രമിച്ചിരിക്കുകയാണ്. പരമ്പരാഗതമായ ശൈലിയിൽ പഠിപ്പിച്ച് അവർക്ക് സ്കില്ലൊന്നും കൊടുക്കാതെ പഠിപ്പിച്ച് പുറത്തുവിടുമ്പോൾ ഉണ്ടാകുന്ന അവരഭിമുഖീകരിക്കേണ്ടി വരുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് സർക്കാരുകൾ ഫലപ്രദമായി ആലോചിക്കേണ്ടതായിട്ടുണ്ട്. കർണാടക മന്ത്രി കേരളത്തെ പ്രശംസിച്ചല്ല, മറിച്ച് കേന്ദ്രത്തെ വിമർശിച്ചതാണെന്ന് KC വേണുഗോപാൽ പിന്നീട് വിശദീകരിച്ചു. അങ്ങനെയല്ലല്ലോ പറഞ്ഞത്. നിങ്ങളെന്തിനാ കേരളത്തിന്റെ എല്ലാ കഴിഞ്ഞ കുറേ കാലഘട്ടങ്ങളിലുള്ള ഒരു വിദ്യാഭ്യാസ ആരോഗ്യ മേഖല ഒരു നമ്മൾ പറയാറില്ലേ കേരള മോഡൽ, അതിനെക്കുറിച്ച് ആദ്യം പറഞ്ഞത്, അല്ലാണ്ട് ഇപ്പോഴത്തെ ഗവൺമെന്റ് പൂർത്തിയായിട്ട് തിരിച്ചിരിക്കേണ്ട. കേരളം ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിൽ നടത്തുന്ന പുരോഗതിയുടെ പേരിൽ കേന്ദ്ര സർക്കാർ കേരളത്തെ പീനലൈസ് ചെയ്യുന്നു. ഉമ്മൻചാണ്ടി ഗവൺമെന്റ് കാലത്ത് ഞങ്ങൾ ഉന്നയിച്ച ആരോപണമാണ്. തിരഞ്ഞെടുപ്പുകൾ അടുത്തിരിക്കെ സംസ്ഥാന സർക്കാരിനെതിരെ വമ്പൻ സമരങ്ങൾക്ക് കോപ്പുകൂട്ടുന്ന പ്രതിപക്ഷത്തിന് മുതിർന്ന കോൺഗ്രസ് നേതാവിന്റെ കേരളത്തിനുള്ള പ്രശംസ തിരിച്ചടിയായി. CPIM-ന് പ്രചരണായുധവും. 24 ആലപ്പുഴ. ഇതോടെ 24 റൗണ്ട് പൂർത്തിയാവുന്നു. ഗുഡ് നൈറ്റ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.